Web programming using PHP. PHP third module operators എന്ന ടോപ്പിക്കാണ് നടക്കുന്നത്. Actually 4 operators ആണ് നമ്മൾ പഠിക്കുന്നത്. സിലബസ് പ്രകാരം arithmetic operators, assignment operator, comparison operator and logical operator. ഇത് കൂടാതെ increment and decrement operator അതുപോലെ string operators ഇത് PHP ൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. Okay. First one arithmetic operators. First one arithmetic operators. Arithmetic operators 5 types ആണ് പറയുന്നത്. Addition, sum കാണാൻ വേണ്ടി, subtraction, multiplication, division, modulo. Modulus operator ആണ് ഇതിന്റെ സിമ്പിൾ ആണ് modulo എന്ന് പറയുന്നത്. Okay. Remainder store ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Remainder കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് modulo. Percentage സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. X is equal to 10, Y is equal to 6. രണ്ട് വാല്യൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. Then assign ചെയ്തു. Then ഇത് equal print ചെയ്യിപ്പിച്ചു. X is equal to 10 അതുപോലെ Y equal to 6 print ചെയ്യിപ്പിച്ചു. ഫസ്റ്റ് നമുക്ക് സം കാണാം. സം ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, ഡോളർ സിമ്പിൾ എക്സ് പ്ലസ് ഡോളർ സിമ്പിൾ വൈ. ഇവിടെ സ്പേസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സ്പേസ് കൊടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സ് മൈനസ് വൈ ഡിഫർ DEFER എന്നാണ് വേരിയബിളൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തു. എന്ത് പ്രിന്റ് ചെയ്തു? ദ സം ഈസ് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ട് സം പ്രിന്റ് ചെയ്യിപ്പിച്ചു. അതുപോലെ ഡിഫറൻസ് ഈസ് എന്ന് പറഞ്ഞ ഡിഫർ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, രണ്ടും പ്രിന്റ് ചെയ്ത് വരും. ദെൻ ഇവിടെ നോക്കിയേ, ഇങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് എക്വല് മൾട്ടിപ്ലിക്കേഷൻ ഈസ് എന്ന് പറഞ്ഞ ശേഷം മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ ഇവിടെ നമ്മൾ ഓൾറെഡി എന്താ ചെയ്തത്? സം എക്സും വൈയും ആഡ് ചെയ്തു, എന്നിട്ട് സം എന്ന് പറഞ്ഞ വേരിയബിൾക്ക് അസൈൻ ചെയ്തു. ഇവിടെ എന്ത് ചെയ്തു? എക്സും വൈയും മൾട്ടിപ്ലിക്കേഷൻ ഒരുമിച്ച് വരും, എന്നിട്ട് അതിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും, ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യും. ഇവിടെ എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ വൈ ഈക്വൽ ടു അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഈക്വൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? എക്സ് സ്റ്റാർ വൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അതിന്റെ ഔട്ട്പുട്ട് അവിടെ തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതുപോലെ നെക്സ്റ്റ് വൺ ഡിവിഷൻ. ഡിവിഷൻ ഈസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. ആൻഡ് മോഡുലസ്. മോഡുലസ് ഈസ് എക്സ് മോഡുലോ വൈ. റിമൈൻഡർ സ്റ്റോർ ചെയ്യും. എക്സിനെ വൈ കൊണ്ട് ഡിവിഷൻ ചെയ്തും ഹരിച്ചതിന് ശേഷം അതിന്റെ റിമൈൻഡർ എന്നുള്ള കണ്ടന്റ് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. എങ്ങനെ റൺ ചെയ്യാം? ലോക്കൽ ഹോസ്റ്റ് അല്ലെ, നമ്മുടെ ഏത് ഫോൾഡർ ആണോ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഓപ്പൺ ചെയ്ത ഫോൾഡറിൽ അതിന്റെ കണ്ടന്റ് കാണാൻ പറ്റും. ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇത് കണ്ടോ. എക്സിന്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 6, സം 16, ഡിഫറൻസ് 4, മൾട്ടിപ്ലിക്കേഷൻ 60 അല്ലെ. 10ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 60 കിട്ടും. ഇവിടെയാണ് നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട് അല്ലെ, സെപ്പറേറ്റ് ആയിട്ട് എഴുതിയില്ലാതെ ഒരുമിച്ച് എഴുതി ഇവിടെയാണ്. ദെൻ ഡിവിഷൻ 1.6667. ദെൻ മോഡുലസ്, റിമൈൻഡർ സ്റ്റോർ ചെയ്യാം അല്ലെ. 10ലെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം റിമൈൻഡർ കിട്ടും, 4 കിട്ടും. ഓക്കെ അല്ലേ. സെക്കൻഡ് വൺ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ഇസ് ഈക്വൽ ടു ആണ് സിമ്പിൾ, അസൈൻ ചെയ്യാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഈ വൈയിലെ വാല്യൂ എക്സിലോട്ട് അസൈൻ ചെയ്യും. റൈറ്റ് ടു ലെഫ്റ്റ് അസൈൻമെന്റ് ആണ്. ഓക്കെ, ഇവിടെ പ്ലസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഈക്വൽ ടു വൈ. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്നാണ്. അതുപോലെ മൈനസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു വൈ മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. അതുപോലെ സ്റ്റാർ ഇസ് ഈക്വൽ ടു മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്റ്റാർ വൈ. ഓക്കെ, ഈ രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഇവിടെ മോഡുലസ് നോക്കി, എക്സ് മോഡ് ഇസ് ഈക്വൽ ടു വൈ. എക്സ് മോഡ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് വൈ എന്നാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 20 കൊടുത്തിട്ടുണ്ട്, വൈ ഇസ് ഈക്വൽ ടു 15. ഇതാണ് വാല്യൂസ്. എക്സ് ഇസ് ഈക്വൽ 20, വൈ ഈക്വൽ 15. ഫസ്റ്റ് ഈസ് അഡീഷൻ. അഡീഷൻ ഈസ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ 100. സോ ഇതിന്റെ മീനിങ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 100 ഇങ്ങനെ കിട്ടുക. ഇതിന്റെ വാല്യൂ എത്ര കിട്ടുക? എക്സിന്റെ വാല്യൂ എത്രയാ? 20. 20 പ്ലസ് 100 ആകുമ്പോൾ 120 ആൻസർ കിട്ടും എക്സിന്റെ വാല്യൂ അല്ലെ. ഇവിടെ എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു 50. ദാറ്റ് ഈസ് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 50. എക്സിന്റെ വാല്യൂ ഇപ്പൊ എത്രയാ? 120. എക്സിന്റെ വാല്യൂ ഇപ്പൊ 120 അല്ല. ഇവിടെ ഈ ഒരു വാല്യൂ നോക്കില്ല, ഇത് ഫസ്റ്റ് ഇനീഷ്യലൈസ് വാല്യൂ ആണ്. ഇപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായി? 120 ആയി. ദെൻ 120 മൈനസ് 50 ഈക്വൽ ടു 70. ഓക്കെ, നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. വൈ സ്റ്റാർ ഈസ് ഈക്വൽ 30. ദാറ്റ് ഈസ് എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു വൈ സ്റ്റാർ 30 എന്ത് വരും? 30 ഇൻറ്റു 15, 450. ഓക്കെ, നെക്സ്റ്റ് ഡിവിഷൻ. വൈ ഡിവിഷൻ 10 എന്ത് വരും? y is equal to y divided by 10 എന്ത് വരും? 45 കിട്ടും അല്ലെ. കാരണം y യുടെ വാല്യൂ ഇപ്പൊ എത്രയാ? 450. അപ്പോ 450 divided by 10 is equal to 45. ലാസ്റ്റ് മോഡുലസ്. ഇതിന്റെ മോഡുലസ് കാണാം.
എക്സിന്റെ മോഡാണ് കാണുന്നത്. എക്സ് ഇപ്പൊ എത്ര വാല്യൂ തരാൻ നോക്കിയേ, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് 40. ഇവിടെ എക്സിന്റെ വാല്യൂ എത്രയാ, ഇവിടെ എക്സിന്റെ വാല്യൂ ഇപ്പോൾ 70 ആണ്. 70 മോഡ് 40, 70 40 ശിഷ്ടം റിമൈൻഡർ എത്ര കിട്ടും, 30 അല്ലെ. ദെൻ ഇനി ഇവിടെ ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാ, എക്സ് ഈസ് ഈക്വൽ ടു വൈ, വൈയുടെ വാല്യൂ എക്സ്ക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ വൈയുടെ വാല്യൂ ഇപ്പൊ എത്രയാ, 45 ആണ് വൈയുടെ വാല്യൂ. അത് എവിടെ സ്റ്റോർ ചെയ്യും, എക്സിലോട്ട് അസൈൻ ചെയ്യും. അപ്പൊ എക്സിൽ എന്ത് വാല്യൂ ഉണ്ട്, 40. എക്സിൽ ഓൾറെഡി വാല്യൂ ഉണ്ടാവും, അത് വൈപ്പ് ഔട്ട്. എന്നിട്ട് എക്സിന്റെ വാല്യൂ ഇപ്പോൾ 45 ആയി, വൈയുടെ വാല്യൂ ഓൾറെഡി 45 ആണ്. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 45, വൈ ഈസ് ഈക്വൽ ടു 45. രണ്ടുകൊണ്ട് ഓക്കെ. 120, 70, 450, 45, 30, then 45, 45. നോക്കാം, റൺ ചെയ്ത് നോക്കാം. അസൈൻമെന്റ് ഓപ്പറേറ്റർ എക്സ് 20 120, 70, 450 ഉണ്ടോ, ഡിവിഷൻ മോഡുലസ്, ലാസ്റ്റ് 45 45 ആണ് എക്സിന്റെ വൈൻ്റെ വാല്യൂസ്. ഓക്കെ, ഇതേ ആൻസർ ആണ് ഇവിടെ കിട്ടിയില്ലേ. ഓക്കെ, 120, 70, 45 കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് കമ്പാരിസൺ ഓപ്പറേറ്റർ. കമ്പാരിസൺ ഓപ്പറേറ്ററിന് വേറൊരു പേര് അറിയാം, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, കമ്പയർ അല്ലെങ്കിൽ റിലേഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ നോക്കിയേ, രണ്ട് ഓപ്പറേറ്റർ ആണ് കൊടുത്തിട്ടുള്ളത്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ രണ്ടെണ്ണം, അത് ഈക്വൽ ടു സിമ്പിൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അതാണ് ജസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഈക്വൽ ടു, രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക, കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആ ഒരു കേസ് ആണ് പറഞ്ഞത്, റിലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡിൽ വേറൊരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. രണ്ട് എക്സ്പ്രഷൻ തമ്മിൽ എന്ത് ചെയ്യാം, ഈക്വൽ ആണോ ചെക്ക് ചെയ്യുക. ലെസ് ദാൻ, ഇവിടെയാണ് തന്നെ എ ലെസ് ദാൻ ബി അല്ലെ, അല്ലെങ്കിൽ എ പ്ലസ് ബി ലെസ് ദാൻ എ മൈനസ് ബി. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഒരു എക്സ്പ്രഷൻ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരിക്കും, ഒരു എക്സ്പ്രഷൻ റൈറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. രണ്ട് രൂപത്തിൽ അതിന് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു സെന്ററിൽ അതിന്റെ സിമ്പിൾ ഉണ്ടായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു സിമ്പിൾ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, വേറൊരു സിമ്പിൾ ഇവിടെ ഉണ്ട്, ഏതാ, നോട്ട് ഈക്വൽ ടു ഈ സിമ്പിൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇസ് ഈക്വൽ ടു, ആ സിമ്പിളും ഉപയോഗിക്കാം. ഓക്കെ, നോട്ട് ഈക്വൽ ടു രണ്ടും ഒരേ ആൻസർ വരിക. പിന്നെ മൂന്നാമതൊരു നോട്ട് ഈക്വൽ ടു പറയാറുണ്ട്, ഇവർ നോട്ട് കൊടുക്കും, അതായത് എക്സ്ക്ലമേഷൻ മാർക്ക് ഇവിടെ കൊടുക്കും. അപ്പൊ നോട്ട് ഇസ് ഈക്വൽ ടു രണ്ട് എക്സ്പ്രഷൻ തമ്മിൽ അതിന്റെ ഡാറ്റ ടൈപ്പും കൂടെ ചെക്ക് ചെയ്തിട്ട് ഈക്വൽ ആണോ നോക്കുന്നതിനാണ് ട്രിപ്പിൾ ഈക്വൽ ടു പറയും. ഈസ് ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു, മൂന്ന് ഈക്വൽ ടു സിമ്പിൾ കൊടുക്കും. എന്നിട്ട് കമ്പാരിസൺ നടത്തും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതിയുള്ള എക്സ്പ്രഷനും റൈറ്റ് സൈഡിൽ എഴുതിയുള്ള എക്സ്പ്രഷന്റെയും ഡാറ്റ ടൈപ്പും കൂടെ ഈക്വൽ ആണോ ചെക്ക് ചെയ്തിട്ട് അത് ആൻസർ പറയുള്ളൂ. ഓക്കെ, ഒരു കമ്പാരിസൺ ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും, ഒരു ബൂളിയൻ വാല്യൂ ആയിരിക്കും, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അപ്പോൾ ആ ഈക്വൽ ടുവിനെ പോലെ തന്നെ നോട്ട് ഈക്വൽ ടു കൊടുക്കാം. അതായത് ഇവിടെ ഒരു നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഈക്വലിന് പകരം നോട്ട് കൊടുക്കും, എന്നാൽ ബാക്കി രണ്ട് ഈക്വൽ ടു ഇതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ അതിലും എന്ത് ചെയ്യാം, ലെഫ്റ്റും റൈറ്റും കമ്പയർ ചെയ്യും, ഡാറ്റ ടൈപ്പും കൂടെ ഈക്വൽ ആണോ കമ്പയർ ചെയ്യും, എന്നിട്ട് എന്റെ ആൻസർ പ്രിന്റ് ചെയ്യുള്ളൂ. ആൻസർ എപ്പോഴും എന്തായിരിക്കും, ബൂളിയൻ വാല്യൂസ്, ട്രൂ ഓർ ഫാൾസ്. നോക്കാം, പ്രോഗ്രാം നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റർ എക്സ് ഇസ് ഈക്വൽ 25, വൈ ഇസ് ഈക്വൽ ടു 35, then z is equal to 25. 25 എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ, അത് സ്ട്രിങ് ആണ്, അതാ ഡബിൾ കോട്സ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു നമ്പർ ആണ്, ഇതും നമ്പർ ആണ്. ഇവിടെ 25 എന്നുള്ളത് സ്ട്രിങ് ആണ്, ഡബിൾ കോട്സിലാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊടുത്തത്, നമുക്ക് കാണാൻ പറ്റും, ഷോ ചെയ്യാം. എക്കോ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെ ഫസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന കണ്ടന്റ് നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു സെഡ്, പറഞ്ഞ് നോക്കും, അതായത് എക്സും സെഡും ഈക്വൽ ആണോ ചെക്ക് ചെയ്യാം. ഇവിടെ ഡബിൾ ഈക്വൽ ടു കൊടുത്തത് കണ്ടോ, ഡബിൾ ഈക്വൽ ടു. അപ്പൊ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ചെക്ക് ചെയ്യുക, വാല്യൂ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കുക. 25 ഈക്വൽ ആണോ, അതെ ഈക്വൽ ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ എന്ന് പ്രിന്റ് ചെയ്യും, ബൂളിയൻ വാല്യൂ ട്രൂ പ്രിന്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കിയേ, എക്സ് ട്രിപ്പിൾ ഈക്വൽ ടു, ഇപ്പൊ എന്ത് ചെയ്യും, എക്സിന്റെ ഡാറ്റ ടൈപ്പും വാല്യൂ മാത്രം പോരാ, ഡാറ്റ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യും. എക്സിന്റെ വാല്യൂ ഡാറ്റ ടൈപ്പും അതുപോലെ സെഡിന്റെ വാല്യൂ ഡാറ്റ ടൈപ്പും ഈക്വൽ ആണ് ചെക്ക് ചെയ്യും. 25 ഈക്വൽ ആണ്, പക്ഷെ 25 ഡാറ്റ ടൈപ്പ് എന്താണ്, വാല്യൂ ഇന്റിജർ ആണ്, നമ്പർ ആണ്, ന്യൂമറിക് ആണ്. ഇവിടെ എന്തായിരിക്കും, സ്ട്രിങ് ആ കിട്ടുക. അപ്പൊ ഇത് നോട്ട് ഈക്വൽ ടു ആണ് വരിക. ഇതിന്റെ ആൻസർ എന്താ വരിക, ഫാൾസ് ആണ് ആൻസർ കിട്ടുക. വാർ ഡംപ് എന്ന് കൊടുത്ത് എന്താ കിട്ടുക, ആ എൻ്റർ ചെയ്ത കൺസെപ്റ്റ് ഏത് ഔട്ട്പുട്ടാണ് വരിക, ബൂളിയൻ ആണ് ബൂളിയൻ, നമ്പർ ആണ് നമ്പർ, അതിന്റെ ട്രൂ ഫാൾസ് അതിന്റെ വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യും, ബ്രാക്കറ്റിൽ ഒരുമിച്ച് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഔട്ട്പുട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മൾ നോട്ട് ഈക്വൽ ടു എന്ന കേസാണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈ സിമ്പിൾ ഉപയോഗിക്കാം, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ, ഈ സിമ്പിൾ ഉപയോഗിക്കാം. ഇത് നോർമൽ ഈക്വൽ ടു, ഫസ്റ്റ് ഒരു ഈക്വൽ ടു പറഞ്ഞില്ലേ, ഫസ്റ്റ് കേസ് ഒരു ഈക്വൽ ടു, ഈ ഡബിൾ ഈക്വൽ ടു, ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ നോട്ട് ഈക്വൽ ടു പറഞ്ഞത്. ഓക്കെ, നോട്ട് ഈക്വൽ ടു. അപ്പൊ എക്സും സെഡും നോട്ട് ഈക്വൽ ആണോ, എക്സ് 25 ആണ്, വൈയും 25 ആണ്, നോട്ട് ഈക്വൽ ആണോ, അല്ല ഈക്വൽ ആണല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക, ഫാൾസ് കിട്ടും. ഇതും അത് സെയിം ആണ്, നമ്മൾ സിമ്പിൾ മാറ്റിയത് മാത്രം.
നോട്ട് ഈക്വൽ പറഞ്ഞ ഈ ഒരു സിമ്പിളും ഇതൊരു സെയിം കൺസെപ്റ്റ് ആണ്, സിമ്പിൾ മാത്രം ചേഞ്ച് ചെയ്തു. നോട്ട് ഈക്വൽ ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ ഈ ഒരു നോട്ട് ഈക്വൽ കൊടുത്താൽ എന്താ വരാം, എക്സും സെഡും അത് 25 ഈക്വൽ അല്ല എന്നാ പറഞ്ഞു. ആക്ച്വലി ഇത് ഈക്വൽ ആണല്ലേ, ഈക്വൽ ആണ്, സ്ട്രിങ് ഈക്വൽ ആണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്നില്ല. ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് ഇവിടെ വരുന്നത് കേട്ടോ. ട്രിപ്പിൾ ഈക്വൽ ടു നമ്മൾ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്ത് അതിൽ ഒരു ഈക്വൽ ടു ഒഴിവാക്കിയിട്ട് അവിടെ എന്ത് കൊടുക്കാം, എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. എക്സ്ക്ലമേഷൻ മാർക്ക് ദെൻ ഈക്വൽ ടു രണ്ടും കമ്പയർ ചെയ്യും. സോ കമ്പയർ ചെയ്യുമ്പോൾ ഡാറ്റ ടൈപ്പ് കൂടെ ചെക്ക് ചെയ്യും. ഇപ്പൊ ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യുമ്പോൾ 25 നമ്പർ ആണ്, ഇവിടെ സെഡ് ആണ് 25 എന്തായിരുന്നു, ഒരു സ്ട്രിങ് ആണ്. അപ്പൊ അത് ഈക്വൽ അല്ല എന്നാ പറഞ്ഞത്. ശരിയല്ലേ, ഈക്വൽ അല്ലല്ലോ, ഡാറ്റ ടൈപ്പ് രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. സോ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും, ട്രൂ ആണ് വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ലെസ് ദാൻ. നമുക്കറിയാലോ എക്സ് ലെസ് ദാൻ വൈ. എക്സ് എന്ന് പറഞ്ഞാൽ 25 ആണ്, വൈ 35 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ട്രൂ ആണ് കിട്ടുക. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഇത് ഫാൾസ് ആയിരിക്കും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, എക്സ് ലെസ് ദാൻ, എക്സ് ചെറുതാണ് 25 ആണ്, വൈ ആണ് 35. അപ്പൊ അതുകൊണ്ട് ഇതും ട്രൂ ആണ് വരിക. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഇത് ഫാൾസ് ആണ് കിട്ടും. നോക്കാം, പ്രോഗ്രാം നോക്കാം. കമ്പാരിസൺ ഓപ്പറേറ്റർ, എക്സ് 25 വൈ 35 25, ഇത് സ്ട്രിങ് ആണ്, ഡബിൾ കോട്ട്സിലാണ് സ്ട്രിങ് ഓർത്ത് വയ്ക്കാം. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് കണ്ടോ, ട്രൂ ആണ്. ശരിയല്ലേ, നോർമൽ വാല്യൂ ട്രൂ ആണ്. ഇവിടെ കമ്പാരിസൺ ചെക്ക് ചെയ്യുന്ന ഡാറ്റ ടൈപ്പോട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ, എക്സും ഈ 25 സ്ട്രിങ് ആയതുകൊണ്ട് അത് ഫാൾസ് ആണ് കിട്ടുക. ഇത് നോട്ട് ഈക്വൽ ടു, ജസ്റ്റ് വാല്യൂ മാത്രം ചെക്ക് ചെയ്യുള്ളൂ, 20 അത് ഫാൾസ് ആണ് അല്ലേ, കാരണം 25 ഈക്വൽ ആണല്ലോ. അപ്പൊ അത് ആൻസർ ഫാൾസ് ആണ് വരിക. നോട്ട് ഈക്വൽ ടു പറഞ്ഞ കേസിനല്ലത് ഫാൾസ്, ഈക്വൽ അല്ല എന്നാ പറഞ്ഞത്. പക്ഷെ എന്താണ്, ആക്ച്വലി ഇത് ഈക്വൽ ആണ്, അതുകൊണ്ട് ഫാൾസ് വരും. നോട്ട് സെഡ്, ഇത് രണ്ടും സെയിം ആണ് ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു സിമ്പിൾ മാത്രം ഡിഫറെന്റ് ഉള്ളൂ, പക്ഷെ രണ്ട് കൺസെപ്റ്റ് സെയിം, അതുകൊണ്ട് അതും ഫാൾസ് ആണ് വരിക. ഇവിടെയാണ് ഡാറ്റ ടൈപ്പ് കൊണ്ട് ചെക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് വരുന്നത്. 3 ഓപ്പറേറ്റേഴ്സ്, നോട്ട് ഈക്വൽ ടു ഈക്വൽ ടു. അപ്പോൾ ഫസ്റ്റ് ഈക്വൽ ടു അസൈൻമെന്റ് ഓപ്പറേറ്റർ പോലെ അത് ചെക്ക് ചെയ്ത് നോക്കും. സെക്കൻഡ് ഓപ്പറേഷൻ തരുന്നത് അത് ഡാറ്റ ടൈപ്പ് ചെക്ക് ചെയ്യും. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് ട്രൂ ആണ്. നോട്ട് ഈക്വൽ, ഈക്വൽ അല്ല എന്നാ പറഞ്ഞത്. ഇത് 25 സ്ട്രിങ് ആണ്, ഇത് നമ്പർ ആണ്, അവിടെ ഈക്വൽ അല്ല, ശരിയാണ്, അത് ഈക്വൽ അല്ല എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് കറക്റ്റ് ആണ്. ദെൻ എക്സ് ലെസ് ദാൻ വൈ, ട്രൂ ആണല്ലോ അല്ലെ. എക്സ് ഗ്രേറ്റർ ദാൻ വൈ, അത് ഫാൾസ് ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, ദാറ്റ് ഈസ് ട്രൂ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ, ദാറ്റ് ഈസ് ഫാൾസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, 3 ടൈപ്പ്. അതായത് ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. 3 കേസ്. ഡബിൾ ആൻഡ് കൊടുക്കണേ, അതുപോലെ ഡബിൾ ഓർ 2 ലൈൻ കൊടുക്കണം, അതുപോലെ നോട്ട്. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡിലെ എക്സ്പ്രഷനും റൈറ്റ് സൈഡിലെ എക്സ്പ്രഷനും രണ്ടും ട്രൂ ആണ് കേസിൽ എന്ത് വരും, ആൻസർ ബൂളിയൻ വാല്യൂ ട്രൂ ആയിരിക്കും കിട്ടുക. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ബൂളിയൻ വാല്യൂ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, അതുപോലെ ഓർ ഓപ്പറേഷൻ നോക്കിയേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ ഒരു എക്സ്പ്രഷൻ, റൈറ്റ് സൈഡിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സൈഡിലെ എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ബാക്കി എല്ലാ കേസിലും ഫാൾസ് ആയിരിക്കും. ഇപ്പൊ നോട്ടിന്റെ കേസിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, നോട്ട് എ, നോട്ട് എക്സ്, നോട്ട് ബി എന്ന് പറഞ്ഞ വാല്യൂസ്. അത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയിരിക്കും, ഫാൾസ് ആണെങ്കിൽ ട്രൂ ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത് നോട്ട് ആണ് കേസ്. ഓക്കെ, നോക്കാം, പ്രോഗ്രാം നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ നോക്കിയവരെ എക്സ് ഇസ് ഈക്വൽ ടു 100, വൈ ഈക്വൽ ടു 50 കൊടുത്തിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 100 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 50. ശരിയല്ലേ, ഈ പറഞ്ഞ കണ്ടന്റ് ശരിയാണല്ലോ. എക്സ് ഈക്വൽ ടു 100, വൈ ഈക്വൽ ടു 50 കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പ്രിന്റ് ചെയ്യും, ഐ ആം ദ പീപ്പിൾ എന്ന് പ്രിന്റ് ചെയ്ത് വരും. നെക്സ്റ്റ് കേസ് നോക്കിയേ, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 100, എക്സ് 100 ആണ്, ശരിയാണ്, 100 ആണ്. സോ വൈ ഈക്വൽ ടു 80 കൊടുത്തിട്ടുണ്ട്, അതല്ല. അപ്പൊ ഈ ഒരു കേസ് ഫാൾസ് ആണ്, ഇത് ട്രൂ ആണ്. പക്ഷെ ഇവിടെ ഓർ ആണ്, ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു കേസ് കറക്റ്റ് ചെയ്താൽ തന്നെ ഔട്ട്പുട്ട് ഇത് വർക്ക് ചെയ്യും, ഈ ഫ്ലിപ്പ് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ഐ ആം ദ ജഡ്ജ്മെന്റ്, ഇത് പ്രിന്റ് ചെയ്ത് വരും. തേർഡ് വൺ, എക്സ് നോട്ട് ഇസ് ഈക്വൽ ടു 90 എന്ന് പറഞ്ഞ നമ്പർ, എക്സ് നോട്ട് ഈക്വൽ 90 അല്ലെ, എക്സ് 90 അല്ലല്ലോ, 100 അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതും ഈ ഒരു കേസും ട്രൂ ആണ്. അതുകൊണ്ട് എന്ത് പ്രിന്റ് ചെയ്യും, ഐ ആം ദ കോമൺ പീപ്പിൾ പ്രിന്റ് ചെയ്യും. പ്രോഗ്രാം കൂടെ നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്റർ ഓക്കെ, 3 പ്രിന്റ് ചെയ്തു. ഐ ആം ദ പീപ്പിൾ, ഐ ആം ദ ജഡ്ജ്മെന്റ്, ഐ ആം ദ കോമൺ പീപ്പിൾ. ഇവിടെ നമുക്ക് ചേഞ്ച് വരുത്തി നോക്കാം. ഇവിടെ രണ്ടും നോട്ട് ഈക്വൽ ടു കൊടുത്തു നോക്കാം. ഇത് ഈക്വൽ 10 ഈക്വൽ ആണോ, അല്ല. ഇവിടെ 80 ആണോ, അല്ല, അതും അല്ല. ഇപ്പൊ രണ്ടും ഫാൾസ് ആണ്. അപ്പൊ ഇത് ഒരിക്കലും പ്രിന്റ് ചെയ്ത് വരില്ല, ഈ ഒരു കോഡ്. നോക്കാം, പ്രോഗ്രാം കോഡ് നോക്കാം. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ്. ഓക്കെ, ഐ ആം ദ പീപ്പിൾ, അതുപോലെ ഐ ആം ദ കോമൺ പീപ്പിൾ. ഇവിടെ ഇടയിൽ ഐ ആം ദ ജഡ്ജ്മെന്റിനുള്ള കണ്ടന്റ് ഇല്ല, കാരണം അത് വലിയ ഫാൾസ് ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, രണ്ടും ഫാൾസ് ആയിരുന്നു, അതുകൊണ്ട് വന്നില്ല. അതുപോലെ എല്ലാ കേസും ഇതുപോലെ ആ കറക്റ്റ് കേസിൽ വർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് 2 ടോപ്പിക്കാണ്. ഇത് നമ്മുടെ സിലബസ് പറഞ്ഞിട്ടില്ല, സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞില്ല, എങ്കിൽ പോലും ഈ ഒരു കണ്ടന്റ് നമുക്ക് ഓർത്ത് വെക്കാം. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്, പ്ലസ് പ്ലസ്
ഇൻക്രിമെന്റ് ഓപ്പറേഷൻ, അതുപോലെ മൈനസ് മൈനസ് എന്ന് പറയുന്നത് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് പറയുന്നത് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ, കോമ അതുപോലെ ഡോട്ട്, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കൺകാറ്റനേഷൻ ഓപ്പറേഷൻ വേണ്ടി യൂസ് ചെയ്യാം. ഓരോ വെർഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബൈ ഡിഫോൾട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഡോട്ട് സിമ്പിൾ ആണ് കൺകാറ്റനേഷൻ ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻക്രിമെന്റ് നോക്കിയാൽ പി is equal to 35, x is equal to 30, y is equal to 25, z is equal to 10. ആ വാല്യൂസ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ദെൻ പ്രീ ഇൻക്രിമെന്റ് ഈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പോവാണ് പ്ലസ് പ്ലസ് പി. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇവിടെ കാണുന്ന പ്ലസ് പ്ലസ് എന്നാണ് സിമ്പിളാണ് കാണുന്നത്. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് നടത്തണം. പ്രീ ഇൻക്രിമെന്റ് പ്രീ ആണ്. അപ്പൊ ആദ്യം ഇൻക്രിമെന്റ് ചെയ്യാം, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പിയുടെ വാല്യൂ എത്രയാ, 35. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ അപ്പൊ എന്ത് കിട്ടും, 36 വരും അല്ലെ. ഒരു ഇൻക്രിമെന്റ് എടുത്തുമ്പോൾ 36 വരും പി. അതുപോലെ അടുത്ത് പോസ്റ്റ് ഇൻക്രിമെന്റ് എക്സ് പ്ലസ് പ്ലസ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ആദ്യം ഇവിടെ റീഡ് ചെയ്യും. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ, 30. ആ 30 ആണ് ഇവിടെ വരിക, 30. എന്നിട്ട് അത് ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ശേഷം പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടോ, ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ 30 തന്നെ പ്രിന്റ് ചെയ്ത് വരിക ഫസ്റ്റ്. നമ്മൾ പറഞ്ഞു മനസ്സിലാവേണ്ട വിചാരിക്കുന്നു. അതുപോലെ നോക്കിയേ പ്രീ ഡിക്രിമെന്റ്, ഫസ്റ്റ് ഡിക്രിമെന്റ് ചെയ്യാണ്. അപ്പൊ ഏത് വാല്യൂ നോക്കി, ഇവിടെ y ആണ്. വൈയുടെ വാല്യൂ എത്രയാ, 25 ആണ്. അപ്പൊ 25 ഒന്ന് മൈനസ് ചെയ്യും. അപ്പൊ എത്ര കിട്ടും, 24 കിട്ടും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ പ്രിന്റ് ചെയ്ത് വരിക, 24 പ്രിന്റ് ചെയ്യും. അതുപോലെ പോസ്റ്റ് ഡിക്രിമെന്റ് നോക്കി, ആദ്യം വാല്യൂ റീഡ് ചെയ്യണം. അപ്പൊ വാല്യൂ എത്രയാ, 10 ആണ്. എന്നിട്ട് അത് മൈനസ് ചെയ്യുന്നത്. അപ്പൊ 10 റീഡ് ചെയ്യുമ്പോൾ 10 അവിടെ പ്രിന്റ് ചെയ്തു. അങ്ങനെ എക്വല കൊടുത്തിട്ടുള്ളത്. അപ്പൊ എക്വല കൊടുക്കുമ്പോൾ അത് 10 അവിടെ പ്രിന്റ് ചെയ്ത് വരും. ഇനി എന്ത് ചെയ്യും, അത് മൈനസ് ചെയ്യും. അപ്പൊ ഒന്ന് കുറഞ്ഞുണ്ടാവും 9 എന്നുള്ളത്. പക്ഷെ നമുക്കത് പ്രിന്റ് ചെയ്ത് കിട്ടില്ല, കാരണം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇതാണ് കാര്യം. 36, 30, 24, 10 പ്രിന്റ് ചെയ്യും. നോക്കാം. ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. ഓക്കെ, 36 ഇവിടെ പ്രീ ഇൻക്രിമെന്റ് ആണ് അല്ലെ. ആദ്യം ഇൻക്രിമെന്റ് ചെയ്തു, അതിനുശേഷം പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ 35 ഒന്ന് ഇൻക്രിമെന്റ് ചെയ്താൽ 36 ആവും. നെക്സ്റ്റ് 30 ആണ് കേട്ടോ. ഈ 30 ഇവിടെ വരുന്ന പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അപ്പൊ ആദ്യം ഇത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, അതിനുശേഷമാണ് ഇൻക്രിമെന്റ് എടുക്കുന്നത്. അപ്പൊ 30 ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ അതിന്റെ വാല്യൂ എന്തായി മാറിയിട്ടുണ്ടാവും, 31 ആയിണ്ടാവും. പക്ഷെ പിന്നെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് അതുപോലെ 30 എന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടും. ലാസ്റ്റ് അതുപോലെ ഇവിടെ ഡിക്രിമെന്റ് 10 ആ വന്നത്, പ്രീ പോസ്റ്റ് ഇൻക്രിമെന്റ് 10. അപ്പൊ നമുക്കിത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഈ 10 കഴിഞ്ഞ ശേഷം ഈ z ഒന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതവിടെ ഇതിന്റെ എക്കോ, ഇതൊന്ന് കമന്റ് ഒഴിവാക്കാം. എക്കോ z എന്ന് പറഞ്ഞൊരു കേസ് br. ഓക്കെ, ബ്രേക്ക് കൊടുത്ത് z പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഇപ്പൊ 10 ഉള്ളത്, 10 അതുപോലെ പ്രിന്റ് ചെയ്ത് വന്നല്ലോ, അതൊക്കെ കണ്ടല്ലോ, 10 വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കണ്ടന്റ് താഴെ കൊടുത്ത് z പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇതാ എക്സ് പ്ലസ് പ്ലസ് എന്നാണ് കണ്ടന്റ്. നമുക്ക് അവിടെ ഒന്നുകൂടെ കൊടുക്കാം. അതായത് ഇവിടെ ഒരു എക്സ് പ്ലസ് പ്ലസ് കൊടുക്കാം. അതായത് എക്സ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു ഇവിടെ. അപ്പൊ ഓൾറെഡി ഇവിടെ എക്സ് എത്രയാണ്, 30 ആയിരുന്നു. പിന്നെ 30 എക്സ് വീണ്ടും പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, 31 ആയിണ്ടാവും അല്ലെ. എക്സ് പ്രിന്റ് ചെയ്തു, ശേഷമാണ് ഇൻക്രിമെന്റ് കൊടുത്തത്. ആ ഇൻക്രിമെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 31 ആയിണ്ടാവും. ആ 31 ഇവിടെ പ്രിന്റ് ചെയ്യും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യാം. ഇവിടെ കൺകാറ്റനേഷൻ ഓപ്പറേഷൻ കൊടുത്തിട്ടില്ല, സിന്റാക്സ് എറർ ആണ് കേട്ടോ. ഇവിടെ ഡോട്ട് കൺകാറ്റനേറ്റ് ഓപ്പറേഷൻ. ഇനി റീഫ്രഷ് ചെയ്താൽ കിട്ടുന്നുണ്ട്. ഓക്കെ, കണ്ടോ, ഈ 30 എന്തായി, 31 ആയി മാറി. ഇവിടെ ഡിക്രിമെന്റ് ചെയ്യുന്നു, പോസ്റ്റ് ഡിക്രിമെന്റ്. അപ്പൊ എന്തായി, 10 ഇത് 9 ആയിട്ട് വന്നിട്ട്. നെക്സ്റ്റ് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ കണ്ടോ, ഹലോ വേൾഡ്, അതുപോലെ ഐ ആം ദ പീപ്പിൾ, രണ്ട് ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. text1 ഉം txt2 ഉം. എക്കോ പ്രിന്റ് ചെയ്തു, txt1 ഡോട്ട് txt2. ദെൻ ഒരു ബ്രേക്ക് കൊടുത്തു. ഇവിടെ ഇങ്ങനെ സ്പേസ് വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൊടുത്തു മാത്രം. ഈ ഡോട്ട് അടുത്ത് കൊടുത്തില്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തു മാത്രം. ഒരു സിംഗിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ദെൻ txt1 ഡോട്ട് txt2 ഡോട്ട് tr ബ്രേക്ക് എടുത്ത് കൊടുത്തു. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും, ഹലോ വേൾഡ്. ആ സെയിം ലൈനിൽ എന്ത് പ്രിന്റ് ചെയ്യും, ഐ ആം ദ പീപ്പിൾ. കൺകാറ്റനേഷൻ ഓപ്പറേഷൻ അടുപ്പിച്ച് എഴുതും, കൂട്ടി എഴുതും, ഒരുമിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ വേറെ നോക്കിയേ, ഇവിടെ txt1 txt2 ആൻഡ് txt1 ഇത് രണ്ടുകൂടെ അസൈൻ ചെയ്തു. txt2 കൺകാറ്റനേഷൻ txt1, എന്നിട്ട് അവിടെ സ്റ്റോർ ചെയ്തു, txt1 സ്റ്റോർ ചെയ്തു. എന്നിട്ട് txt1 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എങ്ങനെയും ചെയ്യാം, വേറെ ഒരു വേരിയബിൾക്ക് അസൈൻ ചെയ്ത ശേഷം ആ വേരിയബിൾ പ്രിന്റ് ചെയ്യിപ്പിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്യും, ഐ ആം ദ പീപ്പിൾ ഹലോ വേൾഡ്. അങ്ങനെ തിരിച്ചും പ്രിന്റ് ചെയ്യും. നോക്കാം, കോഡ് നോക്കാം. concat not php. ഫസ്റ്റ് ഹലോ വേൾഡ്, ഐ ആം ദ പീപ്പിൾ, രണ്ടും കൂടെ ഒരേ ലൈനിൽ വന്നു. നെക്സ്റ്റ് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്തു, ഐ ആം ദ പീപ്പിൾ ഹലോ വേൾഡ്. ഹലോ, ഇവിടെ കോമ എന്ന് പറയുന്നത് എക്കോയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന കോമ ഉപയോഗിക്കുന്നത് കൺകാറ്റനേഷൻ. ഇവിടെ ഒരു സ്ട്രിങ്, അങ്ങനെ തൊട്ടടുത്ത സ്ട്രിങ്, ഇവരെ വേറെ സ്ട്രിങ് അല്ലെങ്കിൽ വേരിയബിൾസ്. അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ ഉപയോഗിക്കുക. നോർമൽ കൺകാറ്റനേഷൻ സ്ട്രിങ്ങിന്റെ ഇടയ്ക്ക് എക്കോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കോമ വർക്ക് ചെയ്തത്. ഇവിടെ നമുക്ക് ഡോട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
കോമ കൊടുത്ത വർക്ക് ചെയ്യില്ല. കാരണം രണ്ട് സ്ട്രിങ് തമ്മിൽ ജസ്റ്റ് കൺകാറ്റനേഷൻ ഓപ്പറേഷന് വേണ്ടി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, കാരണം ഇത് എക്കോ ഇല്ലല്ലോ, പക്ഷെ ഇവിടെ നമുക്ക് എക്കോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യും. ഒരു എക്കോന്റെ അകത്താണ് നമ്മൾ ഈ കോമ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് എറർ ഇല്ലാതെ വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ഇവിടെ എക്കോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കോമ കൊടുത്തത്. ഇവിടെ എക്കോ ഇല്ലാതെ ടെക്സ്റ്റുകൾ മാത്രം അല്ലെങ്കിൽ വേരിയബിൾസ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഡോട്ട് സിമ്പിൾ തന്നെ ആക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കാം, കോഡ് നോക്കാം. കൺകാറ്റ് നോട്ട് PHP ഇതുണ്ട്. ഫസ്റ്റ് ഹലോ വേൾഡ് ഐ ആം ദ പീപ്പിൾ രണ്ടും കൂടെ ഒരേ ലൈനിൽ വന്നു. നെക്സ്റ്റ് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്തു, ഐ ആം ദ പീപ്പിൾ ഹലോ വേൾഡ്. സോ ഇന്ന് നമ്മൾ ഓപ്പറേറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റർ, അതുകൂടാതെ ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, ദെൻ പിന്നെ സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്, അതായത് കൺകാറ്റനേഷൻ ഓപ്പറേഷൻ, ഡോട്ട് സിമ്പിളും അതുപോലെ കോമ, എക്വലി ഉപയോഗിക്കുന്നതാണ് കോമ സിമ്പിൾ. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.